അദ്ദേഹം VHPയുടെ അഖിലേന്ത്യാ നേതാവായ പ്രവീൺ തൊഗാഡിയ അടക്കമുള്ള ആളുകളെ വീട്ടിൽ സ്വീകരിച്ച് സദ്യ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ RSSന്റെ പദസഞ്ചലനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ സഖ്യകക്ഷിയായ BDJSന്റെ അധ്യക്ഷനാണ്. ആ അർത്ഥത്തിൽ സംഘപരിവാറുമായി ഒരു നാഭീനാള ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് ഏറെക്കാലമായി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ അതേ വിഭജന തന്ത്രങ്ങൾ ഇപ്പോഴും CPMനൊപ്പം ചേർന്നും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ CPMന്റെ ശക്തമായ വിമർശനം അദ്ദേഹം നേരിടുമായിരുന്നു. വളരെ നേരിട്ട് തന്നെയുള്ള വിമർശനങ്ങൾ DYFIയും ഒപ്പം തന്നെ CPMും അദ്ദേഹത്തിനെതിരെ ചൊരിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് മതിയായ റിസർവേഷൻ നൽകിയ ശേഷം മാത്രമുള്ള ഒരു അത്തരം പ്രസ്താവനകളെ അംഗീകരിക്കുന്നില്ല എന്നൊരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണം മാത്രമാണ് ഇടതുപക്ഷത്ത് നിന്നെല്ലാം കാര്യമായി വരുന്നത്. അതിനൊരു വ്യത്യസ്ത രീതിയിൽ പ്രതികരിച്ചത് ബിനോയ് വിശ്വം മാത്രമാണ്. ആ ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ മുസ്ലിം പേരിന്റെ മാത്രം കാരണത്താൽ വർഗീയവാദിയെന്നും തീവ്രവാദിയെന്നും ഈരാറ്റുപേട്ടക്കാരനെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നത്. ആ ഒരുപക്ഷെ കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താവുന്ന അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലുള്ള പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാധ്യമങ്ങളോട് നടത്തിയത്. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്.